ഇപ്പോൾ പറഞ്ഞല്ലോ ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾ എന്ന്. അപ്പം എന്തൊക്കെയാണ് ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾ എന്നൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഈ ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾ, അതായത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായി ബാങ്ക് ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ടിൽ 1 കോടിക്ക് മീതെ, അതുപോലെ തന്നെ സേവിങ്സ് ബാങ്കിൽ 50 ലക്ഷത്തിന് മീതെ ഇവർ നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ വിദേശയാത്ര, നമ്മൾ ഒരുപാട് വിദേശയാത്ര നടത്തുന്നുണ്ട്. ആർക്കും അറിയില്ല, 2 ലക്ഷത്തിന് മീതെ നമ്മൾ വിദേശ യാത്ര ഒരു വർഷത്തിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിന് മീതെ നമ്മളൊരു വർഷം അടയ്ക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ ഒരു 60 ലക്ഷത്തിന് മീതിയാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഒരു 10 ലക്ഷത്തിന് മീതിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ നേരത്തെ പറഞ്ഞ കേസിൽ TDS 25,000 ആണെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആ എമൗണ്ട് 50,000 ആണ്. അപ്പോൾ ഈ അവസരത്തിലൊക്കെ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്. ഇത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസും SFTയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എപ്പോഴൊക്കെയാണ് SFT ട്രാൻസാക്ഷൻസും, അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം.